ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയധികം ഹെൽത്തിയായ കഞ്ഞിയാണ്. മഴക്കാലത്ത് കുടിക്കാൻ പറ്റാവുന്ന ഈ കഞ്ഞി റാഗിയും കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയതാണ്. മഴക്കാലത്തേക്ക് വേണ്ടി മാത്രമല്ല, ഏത് സമയത്തും എല്ലാവർക്കും കുടിക്കാൻ പറ്റാവുന്ന രീതിയിൽ തയ്യാറാക്കിയ ഒരു കിടിലൻ റാഗി കഞ്ഞിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് വീഡിയോ കണ്ടാലോ. കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചേരുവകൾ തയ്യാറാക്കാനുണ്ട്. കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്, ഇത് വേവിച്ചെടുക്കണം. ഇവിടെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉലുവ 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, ഇതും നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിനെ ഒരു കുക്കറിലേക്ക് മാറ്റി ഏകദേശം 3 വിസിൽ അടിക്കുന്നത് വരെ നല്ലപോലെ വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ചേരുവകളുടെ അളവ് ഒരാളുടെ കഞ്ഞിക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. ഇനി 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഒരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കട്ടകളൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. റാഗിപ്പൊടിക്ക് പകരം മുഴുവൻ റാഗിയും കുതിർത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് അതിനെ അരിച്ചെടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇവിടെ നല്ലതുപോലെ കട്ട കെട്ടാതെ തയ്യാറാക്കിയ റാഗി മിക്സ് കഞ്ഞി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനിയും വെള്ളം ചേരും. മൊത്തം 4 ഗ്ലാസ് വെള്ളം പല രീതിയിലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ അളവിലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം വീണ്ടും ചേർക്കേണ്ടതായിട്ടുണ്ട്. 2-3 നുള്ള് ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ജീരകം ഇതിലേക്ക് പിന്നീട് ചേർക്കുന്നതാണ്. ജീരകമൊക്കെ ചതച്ച് ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി പാത്രം സ്റ്റൗവിലേക്ക് മാറ്റാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യേണ്ടത്. ആദ്യം ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ കട്ട കെട്ടി കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ആദ്യത്തെ തിള വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇവിടെ റാഗി നന്നായിട്ട് തിളച്ച് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ച ഉലുവയാണ്. ഉലുവയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കുറച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് അധികം കയ്പൊന്നും കാണില്ല. തേങ്ങാപ്പാലെടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഞ്ഞിയുടെ അളവിനനുസരിച്ചുള്ള ചെറുപയർ വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കുറച്ച് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിലേക്ക് നേരത്തെ തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ടാണ്. ചേരുവകളൊക്കെ നല്ലതുപോലെ മിക്സാക്കി കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കഞ്ഞി. അപ്പോൾ എത്രത്തോളം കട്ടി വേണമെന്നത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം റാഗി കഞ്ഞിയിൽ ഉപ്പിൻ്റെ അളവ് നോക്കാം. ഇവിടെ കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് നോർമൽ സാൾട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ കഞ്ഞി റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ വഴറ്റി ചേർക്കാനുണ്ട്. ഇതിലേക്കായിട്ടൊരു ഫ്രൈ പാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ വളരെ കുറച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 നുള്ള് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു 4-5 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി ചേർക്കണം. തീരെ ബ്രൗൺ ആകണ്ട, ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടായാൽ മാത്രം മതി. ഉള്ളിയുടെ ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉള്ളി പാകത്തിന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഞ്ഞിയിലേക്ക് മാറ്റാം. അതുപോലെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇതിലേക്ക് എണ്ണ ആവശ്യമില്ലാത്തവർ ഇങ്ങനെ വഴറ്റി ചേർത്തത് ഒഴിവാക്കണം. വഴറ്റി ചേർക്കാനെടുത്ത ചേരുവകൾ കഞ്ഞി തിളയ്ക്കുമ്പോൾ നല്ലതുപോലെ ചതച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ ഒഴിവാക്കാൻ പറ്റും. കൂടുതൽ ഹെൽത്തി ആയിട്ട് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് തയ്യാറാക്കി കാണിച്ചു എന്ന് മാത്രം. കഞ്ഞി ചെറിയ ചൂടോടുകൂടി തന്നെ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചെരുകിയത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് ചൂടായിട്ട് തന്നെ കഴിക്കുക. ഒരു മഴക്കാല സ്പെഷ്യൽ റാഗി ഉലുവ കഞ്ഞിയാണ്. ഈ കഞ്ഞിയുടെ പ്രത്യേകത ഏത് സമയവും കഴിക്കാം.
അതുപോലെ ഇതിന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട. പക്ഷേ ഞാൻ ഈ കഞ്ഞി കുടിക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയ ചാമ്പയ്ക്ക അച്ചാറിനോടൊപ്പമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലനുസരിച്ച് ഇത് കുടിക്കാം. ഇവിടെ കഞ്ഞി നല്ല കട്ടിക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത്രത്തോളം കട്ടി വേണ്ടാത്തവർ അതിനനുസരിച്ച് തയ്യാറാക്കുക. പിന്നെ ഈ കഞ്ഞി ഇഷ്ടപ്പെട്ടവർ തയ്യാറാക്കി നോക്കുക, അതുപോലെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.